ആലത്തൂരിൽ എൻ.ഡി.എയുടെ സ്ഥാനാർത്ഥി എന്ന് പറയപ്പെടുന്ന ടി.എൻ. സരസുവാണ്. ടി.എൻ. സരസുമായി കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫോണിൽ സംസാരിച്ചതൊക്കെ വലിയ വാർത്തയായി. കേരളത്തിലെ സഹകരണ മേഖലയിലെ പ്രശ്നങ്ങളടക്കം പ്രധാനമന്ത്രിയുമായിട്ടുള്ള സംഭാഷണത്തിൽ സരസു ചർച്ചയായി പറയുകയും ചെയ്തു, പരാതിയായി പറയുകയും ചെയ്തു, പരാതി സ്വീകരിക്കുകയും ചെയ്തു. CPIM ഭരിക്കുന്ന ബാങ്കുകളിൽ പ്രശ്നങ്ങളുണ്ട് എന്നും പാവപ്പെട്ടവർ നിക്ഷേപിച്ചിട്ടുള്ള പണം കൊള്ളയടിക്കുകയാണ് എന്നും നിക്ഷേപകർക്ക് പണം തിരികെ ലഭിക്കുന്നില്ല എന്നുമൊക്കെ സരസു പ്രധാനമന്ത്രിയെ അറിയിച്ചു കഴിഞ്ഞു. അതൊക്കെ നമ്മൾ വാർത്തയായതാണ്, നമ്മൾ കേട്ട് കാണും എല്ലാവരും. കാരണം എൻ.ഡി.എയുടെ വനിതാ സ്ഥാനാർത്ഥികളെ ഫോണിൽ വിളിച്ചുകൊണ്ട് അവരുടെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ, അവരുടെ തിരഞ്ഞെടുപ്പ് വിവരങ്ങളൊക്കെ അന്വേഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ടി.എൻ. സരസുവുമായിട്ട് മോദി സംസാരിച്ചത് എന്നുള്ളതാണ് വസ്തുത. ജനങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങൾ ഏറ്റെടുക്കുന്നതിൽ സന്തോഷമാണ്. ആ സന്തോഷത്തിൽ മോദിയും പങ്കുചേരുന്നു എന്നാണ് അദ്ദേഹം മറുപടി നൽകിയത്. സഹകരണ മേഖലയിലെ പ്രശ്നങ്ങളിൽ കുറ്റക്കാർക്കെതിരെ കർശനമായിട്ടുള്ള നടപടി ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്ന് തന്നെ മോദി വ്യക്തമാക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക: പാവപ്പെട്ടവർക്ക് നീതി ലഭിക്കും. അത് ED കണ്ടെത്തിയ വസ്തുക്കളിൽ നിന്ന് ബന്ധപ്പെട്ട വ്യക്തികൾക്ക് വളരെ കൃത്യമായി പണം തിരികെ നൽകുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കുക തന്നെ ചെയ്യുമെന്ന് മോദി ഉറപ്പ് നൽകിയിരിക്കുന്നു. ആ ഉറപ്പുണ്ടാകുമ്പോൾ വിറച്ചു പോകുന്നത് പിണറായിയാണ്. പാലക്കാട് വിക്ടോറിയ കോളേജിൽ പണ്ട് SFI പ്രവർത്തകർ കുഴിമാടമൊരുക്കി യാത്രയപ്പ് നൽകിയ പ്രിൻസിപ്പളാണ് ഈ പറയുന്ന ടി.എൻ. സരസു എന്ന് പറയപ്പെടുന്ന ഇന്നത്തെ സ്ഥാനാർത്ഥി. തട്ടിപ്പുകൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് മാത്രമല്ല, ഇത് സംബന്ധിച്ചുള്ള ചില വിവരങ്ങൾ തൻ്റെ പക്കലുണ്ട് എന്നുകൂടിയായിരുന്നു പ്രധാനമന്ത്രിയുടെ മറുപടി എന്ന് കേൾക്കുമ്പോൾ നെഞ്ചിടിക്കുന്നത് പിണറായിക്കാണ്. സഹകരണ ബാങ്കുകളിൽ നിന്ന് ED പിടിച്ചെടുത്തിട്ടുള്ള പണം അത് അർഹതപ്പെട്ടവർക്ക് തിരികെ നൽകുമെന്നും അതിനുള്ള നിയമോപദേശം അടക്കമുള്ള കാര്യങ്ങൾ തേടുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കുമ്പോഴും നെഞ്ചിടിപ്പ് കൂടുന്നത് പിണറായിക്കാണ്. സാധാരണക്കാരുടെ വിഷയം ഉന്നയിച്ചതിൽ തനിക്ക് അതിയായിട്ടുള്ള സന്തോഷമുണ്ട് എന്ന് പറഞ്ഞു വെക്കുമ്പോഴും ടി.എൻ. സരസുവിനോട് മാത്രമല്ല, ഈ എൻ.ഡി.എയുടെ എല്ലാ വനിതാ സ്ഥാനാർത്ഥികളോടടക്കം പറയുന്നു, തട്ടിപ്പിൽ കേന്ദ്ര സർക്കാർ ശക്തമായിട്ടുള്ള നടപടി സ്വീകരിക്കുക തന്നെ ചെയ്യും, അത് ഉറപ്പാണ് എന്ന് തന്നെയാണ് പറയുന്നത്. അത് മോദിയുടെ ഗ്യാരണ്ടിയാണ്. അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കരുവന്നൂരുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങൾ, ആ കരുവന്നൂർ ഉൾപ്പെടെയുള്ള CPM ഭരിക്കുന്ന സഹകരണ ബാങ്കുകളിലെ തട്ടിപ്പുകളിൽ ED പിടിമുറുക്കുമെന്നുള്ള കാര്യം നേരത്തെ തന്നെ സൂചന ഉണ്ടായിരുന്നു. അത് നടക്കുമെന്ന് തന്നെ പറയേണ്ടി വരും. മദ്യനയ കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിൻ്റെ ആ അറസ്റ്റ് നമ്മൾ കണ്ടതാണ്. അറസ്റ്റിന് പിന്നാലെ ഇതാ കരുവന്നൂർ തട്ടിപ്പ് കേസിൽ ആരോപണ വിധേയരായിട്ടുള്ള CPM നേതാക്കളുമായിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം കൂടിക്കാഴ്ച നടത്തിയത് അടക്കമുള്ള കാര്യങ്ങൾ ചർച്ചയായി തീർന്നിരിക്കുന്നു എന്നുള്ളതാണ്. SFIയുടെ ക്രൂരതകൾക്ക് ഇരയായവർക്ക് വേണ്ടിയിട്ടാണ് തൻ്റെ സ്ഥാനാർത്ഥിത്വമെന്ന് ഡോക്ടർ ടി.എൻ. സരസു അടക്കം പറയുമ്പോൾ 2016 നമുക്കറിയാം, അത് വിക്ടോറിയ കോളേജിൽ നടന്ന ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഈ SFIക്കാർ അവരോട് ചെയ്ത ക്രൂരതകളെക്കുറിച്ച് അവർ മനസ്സു തുറന്ന് സംസാരിക്കുകയാണ്. ഇപ്പോൾ സിദ്ധാർത്ഥിൻ്റെ മരണത്തിൽ കാണുന്നതും SFIയുടെ ക്രൂരതയെക്കുറിച്ചാണ് അവർ പറയുന്നത്. സിദ്ധാർത്ഥിൻ്റെ മരണം അത് തിരഞ്ഞെടുപ്പിൽ ചർച്ചയാവുക തന്നെ ചെയ്യുമെന്ന് പറയുമ്പോഴും ഈ ചർച്ചകളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നത് SFIയുടെയോ SFIയുടെ മാതൃസംഘടനയായ CPMൻ്റെയോ പിടിപ്പുകേടാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഒരു കാലഘട്ടം മുഴുവൻ SFIയുടെയും CPMൻ്റെയും DYFIയുടെയും ഒക്കെ പ്രവർത്തകരായി അതിനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ടിരുന്നവരിൽ പലരും ഇന്ന് ആ പാർട്ടിയെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ആ പ്രസ്ഥാനത്തിൽ നിന്ന് തലയൂരിക്കൊണ്ട് BJPയുടെ പാളയത്തിലേക്ക്, താമരയുടെ തണലിലേക്ക് കയറുന്നുണ്ട് എങ്കിൽ വിശ്വാസമാണ്. അതൊരു വിശ്വാസമാണ്, ജനങ്ങൾക്ക് ആശ്വാസം നൽകുമെന്നുള്ളൊരു വിശ്വാസം. അതാണ് മോദിയുടെ ഗ്യാരണ്ടി. ആ ഗ്യാരണ്ടിയിലേക്ക് നടന്നെടുക്കുകയാണ് ആലത്തൂർ മാത്രമല്ല, കേരളത്തിലെ 20 ലോക്സഭാ നിയോജക മണ്ഡലങ്ങൾ. ആ 20 ലോക്സഭാ നിയോജക മണ്ഡലങ്ങളിലും BJPയുടെ സ്ഥാനാർത്ഥികളെ നിരത്തി NDA സ്ഥാനാർത്ഥികൾ വോട്ട് തേടി തെരഞ്ഞെടുപ്പ് പ്രചാരണം ശക്തി പിടിക്കുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ളവരുടെ പൂർണ്ണ പിന്തുണ ഉണ്ട് എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ അടക്കം പുറത്തു വന്ന ചില ശബ്ദരേഖകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ശബ്ദരേഖകളിൽ പക്ഷേ വിറളി പൊളിച്ചിരിക്കുന്ന ചില വിഭാഗങ്ങളുണ്ട്. അതിലൊന്ന് പിണറായി വിജയനാണ്. അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൻ്റെ ഇടിപ്പ് കേരളം മുഴുവൻ കേൾക്കാൻ പറ്റുന്ന തരത്തിലേക്ക് ഉറക്കെയാകുന്നു ആ ഒച്ച. എന്തുകൊണ്ടാണ്? പ്രധാനമന്ത്രി പറയുന്ന ഒരു വാക്കാണ്. കരുവന്നൂർ അടക്കമുള്ള സഹകരണ ബാങ്ക് സ്ഥാപനങ്ങളിൽ നടന്ന അഴിമതിയുമായി ബന്ധപ്പെട്ടു വന്ന കേസുകളിലെ ചില രേഖകളടക്കം തൻ്റെ പക്കലുണ്ട് എന്ന് പറഞ്ഞു വെക്കുന്ന പ്രധാനമന്ത്രി ഒരു കാര്യം ഉറപ്പാണ്. ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറയപ്പെടുന്നത് പറയുന്നത് നടപ്പിലാക്കുക എന്നതാണ്. ഈ NDAയുടെ ഗ്യാരണ്ടി എന്ന് പറയപ്പെടുന്ന പോലെ അതാണ് മോദിയുടെ ഗ്യാരണ്ടി എങ്കിൽ മോദി പറയുന്നത് ഇത്രയേ ഉള്ളൂ: ഇവിടുത്തെ സാധാരണ ജനങ്ങൾക്ക് നീതി കിട്ടും, നിക്ഷേപകർക്ക് അവർക്ക് പണം തിരികെ ലഭിക്കുമെന്ന് പറയുന്നുണ്ടെങ്കിൽ നെഞ്ചിടിപ്പ് കൂട്ടിക്കൊള്ളൂ ശ്രീ പിണറായി വിജയൻ. നിങ്ങളും നിങ്ങളുടെ കരുത്തരായ സഖാക്കളും എത്ര തന്നെ പ്രതിരോധം തീർത്താലും ഇരുമ്പഴികൾ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു എന്നുള്ള കാര്യം സംശയമില്ല. മോദിക്കെതിരെ ഒരു ചെറുവിരലനക്കാൻ കഴിയില്ല പിണറായി നിങ്ങൾക്ക് എന്നുള്ള കാര്യം മറന്നു പോകരുത്. നിങ്ങളുടെ എത്ര ആളും ആരവവും ഉണ്ടെങ്കിലും
BJP-യെയോ നരേന്ദ്രമോദിയെയോ സത്യസന്ധതയെയോ പിടിച്ചുകെട്ടാൻ നിങ്ങൾക്കാകില്ല. നിങ്ങൾ പടുത്തുയർത്തിയ പ്രസ്ഥാനം കള്ളങ്ങളിൽ തീർത്തതാണ്, പൊളികൾ കൊണ്ട് ഉണ്ടാക്കിയെടുത്തതാണ്, രക്തം കൊണ്ടുണ്ടാക്കിയെടുത്തതാണ്. അതുകൊണ്ട് തന്നെ നന്മയില്ലാത്തൊരു പ്രസ്ഥാനത്തിലേക്ക് ഇനി ഒരാളും വരില്ല എന്നുള്ള സത്യം നിങ്ങൾ മനസ്സിലാക്കുക. പുതിയ സത്യത്തിലേക്കുള്ള യാത്രയാണ് ഇത്. അത് നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടിയാണ്.